ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇന്ന് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയാലോ. സമോസ. അറബിക്കിൽ സംക് എന്നും തെക്കൻ ഏഷ്യയിൽ സമോസ എന്നും ടർക്കിയിൽ ഇതിനെ സംസ എന്നും നമ്മൾ ഇതിനെ സമോസ എന്നും വയ്ക്കുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം കുക്കറിൽ കുറച്ച് ബോൺലെസ് ചിക്കന് നമുക്ക് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് പെരുംജീരകം, ഒരു 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉള്ളി വഴറ്റി കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കറി ലീഫ് ഉണ്ടെങ്കിൽ കുറച്ച് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്കുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും. ഇത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വേറെ മസാല പൗഡറൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. തക്കാളി ഒന്ന് ആയി കിട്ടാനാണ്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാവും കേട്ടോ. അതും ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ആ മല്ലിച്ചപ്പും മസാലയും കൂടി നന്നായിട്ടൊന്ന് ആവണ വരെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എരിവൊന്നും വേണ്ട, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ വെച്ചിട്ടാണ് 1 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വേവിച്ച ചിക്കൻ ഞാൻ പിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി ഇതേപോലെ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഈ ചിക്കനും മസാലയും കൂടി നന്നായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സമൂസ ഷീറ്റിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ സമൂസ ഷീറ്റിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ എൻ്റെ അടുത്തുള്ള മസാല ഷീറ്റൊന്ന് ചെറുതായിട്ട് പൊട്ടി പോയിട്ടുണ്ട്, ഒന്ന് ബലം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇതേപോലെ മടക്കുക. പിന്നെ നമ്മൾ മൈദയും കൊണ്ടാണ് ഞാൻ പശ പോലെ മൈദ കുറച്ച് നനച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ബാക്കി ഭാഗം ഒട്ടിച്ചാൽ നമ്മുടെ സമൂസയുടെ ഷേപ്പ് ഇതേപോലെ കിട്ടും. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന സമൂസ ഷീറ്റും കൂടി നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.